ഇന്ന് റിലീസായ എബ്രഹാം ഹോസ്ലറിന് മികച്ചൊരു റെസ്പോൺസ് കിട്ടി എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആദ്യ റിവ്യൂകൾ പുറത്തു വരുമ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസ് എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. മിഥുൻ മാനുവൽ തോമസിന്റെ ഹോസ്ലർ കാണാൻ എത്തിയവരുടെ ഭൂരിഭാഗം അഭിപ്രായം ഒരു കാര്യം മാത്രമായിരുന്നു. ഒരേ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് സിനിമ കാണാൻ അവരൊക്കെ എത്തിയത്. ഭൂരിഭാഗം പേരും ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ആ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഒരു കാരണമേ ഉള്ളൂ. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അവസാനം കേട്ട തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടന്റെ ശബ്ദം അദ്ദേഹം ഈ ചിത്രത്തിൽ ഉണ്ട് എന്നറിഞ്ഞു ഒന്ന് കാണാം എന്ന് കരുതി ആ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയവരാണ് പലരും. ഇത്തവണ ജയിലർ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ ഒരു ക്യാമിയോ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. ആരാധകർക്ക് അതൊരു ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ട്രീറ്റ് തങ്ങളുടെ മെഗാ താരത്തിന് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകും എന്നുള്ള ഏറ്റവും വലിയ ആകാംക്ഷയിലാണ് അവർ എത്തിയത്. എന്നാൽ അത് അവർക്ക് കിട്ടിയോ? കിട്ടി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടതും. അദ്ദേഹം എന്തായാലും ഒരു സിനിമയിൽ വെറുതെ അഭിനയിക്കാനൊന്നും വരില്ലല്ലോ എന്നോർത്ത് തന്നെയാണ് എല്ലാവരും ഹോസ്ലർ കാണാൻ തിയേറ്ററിൽ എത്തിയത്. എന്നാൽ പ്രതീക്ഷത്ര ത്രില്ലൊന്നും നൽകിയില്ലെങ്കിലും പോലും എബ്രഹാം ഹോസ്ലർ കണ്ടിരിക്കാവുന്ന ഒരു മെഡിക്കൽ ത്രില്ലറാണ്. പുതിയതായി നമ്മളെ വിസ്മയിപ്പിക്കുന്ന ത്രില്ലർ മൊമെന്റ്സ് ഒന്നും സിനിമയിൽ അധികമില്ല. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ത്രില്ലർ ഫോർമാറ്റിൽ നിന്ന് സിനിമ മാറുന്നുമില്ല. എന്നിരുന്നാലും സിനിമ ഉടനീളം എൻഗേജിംഗ് ആണ്. ഏറ്റവും മിസ്സിംഗ് ആയി തോന്നിയത് ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളാണ്. അങ്ങനെയൊന്നും ചിത്രത്തിൽ അധികമില്ല. അഞ്ചാം പാതിരയുടെ പ്രതീക്ഷ വെച്ച് ഹോസ്ലർ കാണാൻ പോകരുത് എന്ന് പറയുന്നവരും എത്തിക്കഴിഞ്ഞു. അഞ്ചാം പാതിരയല്ല ഹോസ്ലർ. ഹോസ്ലർ വേറിട്ട ഒരു സിനിമ തന്നെയാണ്. കേന്ദ്ര കഥാപാത്രങ്ങളായ ഹോസ്ലറിനെ ജയറാം തന്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പവർ വേണ്ട ചില സ്ഥലങ്ങളിൽ അത് ഇല്ല എന്ന് തോന്നിപ്പോയി. ഡയലോഗ് ഡെലിവറിയിലും പുള്ളി പർപ്പസ്ഫുള്ളി വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചത് ആർട്ടിഫിഷ്യലായി തോന്നി. ഏറ്റവും മികച്ചു നിന്നത് ആ പ്രിയ നടന്റെ എക്സ്റ്റൻഡഡ് ക്യാമിയോ തന്നെയാണ്. തിയേറ്റർ ശരിക്കും ആ മൊമെന്റിൽ എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുവരെ സൈലന്റ് ആയ തിയേറ്റർ അപ്പോൾ ശരിക്കും പൂരപ്പറമ്പായി. സെന്തിൽ രാജാമണിയുടെ ഡയലോഗ് ഡെലിവറി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മനഃപൂർവ്വം ബാസിട്ടി സംസാരിക്കുന്ന ഒരു ഫീൽ തോന്നി. ജഗദീഷ്, ദിലീഷ് പോത്തൻ, കുമരകം രഘുനാഥ്, അനശ്വര രാജൻ തുടങ്ങിയ മറ്റ് കഥാപാത്രങ്ങൾ ഒന്നും മോശമായില്ല. മിഥുൻ മുകുന്ദൻ കൈകാര്യം ചെയ്ത BGM വേണ്ടത്ര എഫക്റ്റീവ് ആയില്ല എന്ന് തോന്നിയെന്നും BGM കൊള്ളാമെന്നും രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. ചിലപ്പോഴൊക്കെ ലൗഡായി തോന്നി ഈ BGM, അതൊരു അരോചകമായി തോന്നിയെന്നും അവർ എടുത്തു പറയുകയാണ്. റോഷാക്കിൽ ഒക്കെ ചെയ്ത പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെയും വേണമായിരുന്നു. അത് മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഇതൊരു ത്രില്ലർ ജോണർ സിനിമ ആയതുകൊണ്ടാണ് ഈ മിസ്സിങ്ങിനെ എടുത്തു പറയുന്നത്. തേനി ഈശ്വർ ചെയ്ത ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. എഡിറ്റിംഗും മോശം തോന്നിയില്ല. അത്യാവശ്യം നല്ല സ്പേസിൽ പോയ ചിത്രം. ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ഇത്തിരി ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്റർ റെസ്പോൺസിൽ അതുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നതും ഈ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു. എന്തുകൊണ്ട് ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്നത് മിഥുൻ മാനുവൽ തോമസിനെ സംബന്ധിച്ചാണ്. കാരണം മിഥുൻ മാനുവൽ രചന നിർവഹിച്ച നിരവധി ചിത്രങ്ങൾ ഇറങ്ങി. അതിലൊക്കെ ത്രില്ലർ സ്വഭാവമുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ഫ്ലാഷ് ബാക്കും ഉണ്ടായിരുന്നു. മിഥുൻ ചെയ്ത സംഭവങ്ങളൊക്കെ കൊള്ളാം. നിങ്ങൾ കഥയ്ക്ക് കൊടുക്കുന്ന ഡീറ്റെയിലിംഗ് അസാധ്യമാണ്. കൂടെ പക്ക ചേർന്ന് നിൽക്കുന്ന സംഭാഷണങ്ങളും എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു വൃത്തിയുള്ള ഫ്ലാഷ് ബാക്ക് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ആണ് സിനിമയുടെ നട്ടെല്ല്. അത് എപ്പോഴും റെഡിയല്ല. ഒരു ജാതി ലൂസായ ഫ്ലാഷ് ബാക്ക് ആയി പോയി എന്ന രീതിയിലാണ് അവർ ഈ സിനിമയിലെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് പറയുന്നത്. ക്രിഞ്ച് അടിച്ചു എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു തവണയല്ല, ഇതിപ്പോൾ അടുപ്പിച്ച് 3 തവണ ഫ്ലാഷ് ബാക്ക് സ്റ്റോറികൾ വന്നപ്പോൾ അതിന്റെ മോശം വശങ്ങളെ കുറിച്ച് എടുത്തു പറയുകയാണ് പ്രേക്ഷകരും. ഗരുഡൻ, ഫീനിക്സ്, ഇപ്പോൾ ഹോസ്ലറും ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറഞ്ഞു പോയപ്പോൾ ആ ഫ്ലാഷ് ബാക്കിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പഞ്ച് ലഭിച്ചില്ല എന്നത് ഒരു മൈനസായി ഹോസ്ലറിൽ അവർ എടുത്തു പറയുകയാണ്. ആകെ മൊത്തത്തിൽ ഒരു വമ്പൻ ത്രില്ലർ ചിത്രം ഒന്നുമില്ലെങ്കിൽ കൂടി കണ്ടിരിക്കാവുന്ന ഒരു ശരാശരിക്ക് തൊട്ടുമുകളിൽ നിൽക്കുന്ന ചിത്രമായി എബ്രഹാം ഹോസ്ലറിനെ വിലയിരുത്താം. ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിത്രം വളരെ മികച്ചതായേനെ. എന്തായാലും എക്സ്റ്റൻഡഡ് ക്യാമിയോ കാണാനായി എന്തായാലും ഒരു വട്ടം ടിക്കറ്റ് ധൈര്യമായി എടുക്കാം എന്നതാണ് അവരുടെ ഹോസ്ലർ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം. കൂടാതെ ഡബ്ബിങ്ങിന് പല രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നതുമുണ്ട്. പലരുടെയും ശബ്ദത്തിൽ സീരിയസ്നെസ് വരാത്തതുപോലെ തോന്നിയെന്ന, ഡബ്ബിംഗ് മോശമായി തോന്നിയെന്ന രീതിയിലുള്ള പറച്ചിലുകളാണ് നിരവധി പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ വേണ്ടത്ര രീതിയിലുള്ള അർഹിച്ച പവർ ഡയലോഗിൽ ലഭിച്ചില്ല എന്നത് അവർ പറയുന്നു. ഇങ്ങനെ ചില നെഗറ്റീവുകൾ പറയുന്നുണ്ടെങ്കിലും ചിത്രം ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് മെഡിക്കൽ ത്രില്ലർ ചിത്രം തന്നെയാണ്.